രാജ്യത്തുടനീളമുള്ള 12 സംസ്ഥാനങ്ങളിൽ SIR പ്രക്രിയ പുരോഗമിക്കുകയാണ്. BLOമാരുടെ ജോലി സമ്മർദ്ദമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. SIR ജോലിയിലെ സമ്മർദ്ദം കാരണം കേരളത്തിലടക്കം BLOമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുമ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർക്ക് യാതൊരു കുലുക്കവുമില്ല. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ജോലിയിൽ വീഴ്ച വരുത്തിയ 60 BLOമാർക്കും 7 സൂപ്പർവൈസർമാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 32 ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. കേരളത്തിലടക്കം BLOമാർക്ക് വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. രാജ്യത്തുടനീളം BLOമാർക്ക് വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ട്. ആ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. കൃത്യമായി തന്നെ നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം ശരിക്കും എന്താണ് BLOമാരുടെ ഡ്യൂട്ടി എന്നുള്ളത്. അതിനു മുൻപ് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളത്തിലടക്കം രാജ്യത്ത് 6 BLOമാരാണ് ജീവനൊടുക്കിയത്. അതായത് കേരളം, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായി ഒരാഴ്ചക്കിടെ 6 BLOമാർ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തു. പലയിടത്തും സമയപരിധിക്കും വളരെ മുൻപേ ജോലി പൂർത്തിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായി പരാതിയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ നേരെ ഉത്തർപ്രദേശിലേക്ക് പോവുകയാണ്. ഉത്തർപ്രദേശിലെ അവസ്ഥ അതിദയനീയമാണ്. അതായത് ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള BLOമാരുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് ഉത്തർപ്രദേശിൽ BLOമാർക്കെതിരെ നടപടികൾ തുടരുന്നത്. നോയിഡയിൽ 60 BLOമാർക്ക് പിന്നാലെ ബഗച്ചിയിൽ 5 BLOമാർക്ക് കൂടി എതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം. 42 BLOമാരുടെ ശമ്പളം തടയുവാനും ഈ ഭരണകൂടം നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നോക്കൂ, ആരാണ് ശരിക്കും BLOമാർ? നമ്മൾ ഇതിനു മുൻപും ചർച്ച ചെയ്തതാണ്. BLOമാർ ആരാണ്, അവരെ നിയമിക്കുന്നത് ആരാണെന്നുള്ളത്. നോക്കൂ, BLO എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാദേശിക പ്രതിനിധിയാണ്. മറ്റൊന്ന്, ആരാണ് ഇവരെ നിയമിക്കുന്നത്? അതായത് BLOമാരെ നിയമിക്കുന്നത് സംസ്ഥാന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസാണ് BLOമാരെ നിയമിക്കുന്നത്. മറ്റൊന്ന്, BLOമാരുടെ ജോലി എന്താണെന്ന്, അതായത് ആരാണ് BLO എന്നുള്ളതാണ്. അതായത് വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പാക്കേണ്ടത് BLOയാണ്. മറ്റൊരു കാര്യവും കൂടെ പറയുകയാണെങ്കിൽ BLOമാർ പ്രധാനമായും ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് അധ്യാപകർ, അനധ്യാപകർ, അംഗൻവാടി പ്രവർത്തകർ, വില്ലേജ് ലെവൽ വർക്കർമാർ, ഇങ്ങനെയുള്ള ആളുകളാണ് BLOമാരായി ജോലി ചെയ്യുന്നത്. സമ്മർദ്ദമായ SIR എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. SIRൽ ജോലിഭാരം കൂടുതലാണ്. പ്രത്യേകിച്ച് SIRൽ ഫോമുകൾ പൂരിപ്പിക്കേണ്ടത് വലിയ പ്രക്രിയയാണ്. അത് പലപ്പോഴും ഇവരുടെ ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും ഈ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഈ ആപ്ലിക്കേഷനിലേക്ക്. അതായത് SIR ഫോം പൂരിപ്പിച്ച് BLOമാരുടെ ആപ്ലിക്കേഷനകത്ത് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ദിവസവും ഇവർ 1000-ലേറെ ഫോമുകൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാനത്തടക്കം പല സ്ഥലത്തും BLOമാരെ അവരുടെ വർക്ക് പ്രഷർ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും വർക്ക് പ്രഷർ കൂടുതലാണ് BLOമാർക്ക്. അവരുടെ ജോലിയെ, അവരുടെ ജോലി സമ്മർദ്ദത്തെ താങ്ങാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിന് പുറമെ SIRും കൂടെ വന്നതോടുകൂടി വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രാദേശിക രാഷ്ട്രീയ ഭരണ കക്ഷികൾ അവരുടെ സമ്മർദ്ദം വേറെ, രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം വേറെ. അങ്ങനെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ BLOമാർ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാലും PR അരവിന്ദ് കൂടെ നമുക്കൊപ്പം ചേരുകയാണ്. അരവിന്ദ്, ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് BLOമാർക്കെതിരെ ഏറ്റവും കൂടുതൽ നടപടികൾ വരുന്നത്. ഏകദേശം 40ഓളം പേരെ അവിടെ നിന്ന് നടപടികൾക്ക് വിധേയരാക്കി. അവർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നോക്കൂ, ഒരു കാര്യം കൂടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്. അതായത് BLOമാർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ വേതനം ഒരുപാടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് വേതനമൊന്നുമില്ല. നാമമാത്രമായ ഒരു തുകയാണ് അവരുടെ ഈ BLO സേവനത്തിനായി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും നൽകുന്നത്. ആ നാമമാത്രമായ തുകയ്ക്ക് അതിനപ്പുറമായിരിക്കും അവർ എടുക്കുന്ന ജോലിയും അവരെടുക്കുന്ന ജോലിഭാരവും അതിനേക്കാൾ മുകളിലാണ്. അപ്പോൾ അരവിന്ദ് ഉത്തർപ്രദേശിലെ വിവരങ്ങൾ നൽകാനായിട്ടുള്ള അരവിന്ദ്, ഇന്ന് രാവിലെ മുതൽ ഉത്തർപ്രദേശിലെ ആ സംഭവ വികാസങ്ങൾ അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. BLOമാർക്കെതിരെ കൂട്ട നടപടി അവിടെ ഉണ്ടാകുന്നു. പോലീസ് കേസെടുക്കുന്ന സാഹചര്യങ്ങൾ, ജോലിയിൽ വീഴ്ച വരുത്തി എന്ന ആരോപണങ്ങളൊക്കെ BLOമാർക്ക് എതിരെ അവിടെ വരുന്നുണ്ട്. SIR ഭാരം തന്നെയാണോ അവർക്കുള്ളത്? എന്താണ് അരവിന്ദ് ഉത്തർപ്രദേശിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ?
SIR നടപടികൾ അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് BLOമാർക്ക് ഉണ്ടാകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നടക്കം ഉയരുകയും ചെയ്തു. എന്തായാലും ഈ സാഹചര്യം തുടരുമ്പോഴാണ് ഉത്തർപ്രദേശിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് BLOമാർക്കെതിരെ നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നോയിഡയിൽ 60 BLOമാർക്കാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോയിഡയിൽ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സമാനമായ രീതിയിൽ ബഹ്റിച്ചിലും 5 BLOമാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ബഹ്റിച്ചിലാകട്ടെ ബഹ്റിച്ച് ജില്ലാ ഭരണകൂടമാണ് ഈ കേസ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് SIR നടപടികൾ വൈകിപ്പിക്കുന്നു, അത് കൃത്യമായി പൂർത്തീകരിക്കുന്നില്ല എന്നതാണ് ഈ പരാതികളുടെ അടിസ്ഥാനം. ഏകദേശം ചില BLOമാർ 5% മാത്രമാണ് പുരോഗതി വരുത്തിയത് എന്നുള്ള ആരോപണങ്ങളെല്ലാം ഈ ഭരണകൂടം ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ 42ഓളം BLOമാർക്ക് ബഹ്റിച്ച് ഭരണകൂടം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ശമ്പളം പിടിച്ചുവെക്കും, നിങ്ങളുടെ ഈ വേതനം നൽകില്ല എന്നതാണ് ഭരണകൂടം ഒരു മുന്നറിയിപ്പായി ഇപ്പോൾ ഈ BLOമാർക്ക് നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ BLOമാർക്ക് നൽകിയിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ബഹ്റിച്ച് ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ വിവരശേഖരണം അടക്കം നടത്തിയെങ്കിലും കൃത്യമായി ഈ വിവരങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ആ ഡിജിറ്റലൈസേഷൻ നടപടികളിലേക്കൊന്നും BLOമാർ കടക്കുന്നില്ല എന്ന ആരോപണം കൂടി ഉയരുന്നു. കൂടുതൽ BLOമാർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ഇവരെ പിരിച്ചുവിടുമെന്നടക്കമുള്ള ഭീഷണിയും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്നും BLOമാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ 16 BLOമാർക്ക് ഈ സമ്മർദ്ദത്തെ തുടർന്ന് ജീവൻ നഷ്ടമായെന്നതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊല ചെയ്യുന്നുവെന്ന് കൂടി രാഹുൽ ആരോപിച്ചിരുന്നു. BJPക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരം BLOമാർക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ബംഗാളിൽ വലിയ പ്രതിഷേധമാണ് BLOമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രധാനമായും ഈ BLOമാർ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു, തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ സമ്മർദ്ദം താങ്ങാനാവാതെ ജീവൻ നഷ്ടമായെന്ന് കൂടി ഈ BLOമാർ ആരോപിക്കുകയാണ്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഇന്ന് രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം 5 ലക്ഷത്തോളം BLOമാർ സുഗമമായി പ്രവർത്തിച്ചു വരികയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും SIR നടപടികൾക്ക് നേരിടുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാദം. പക്ഷേ BLOമാരുടെ പ്രതിഷേധവും അതുപോലെ തന്നെ അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും അത് അഡ്രസ്സ് ചെയ്യാൻ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഇതിനോടൊപ്പം തന്നെ SIRനെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. കേരളം, ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായാണ് ഈ SIR നടപടികൾ മുന്നോട്ട് പോകുന്നത്. 1 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയവും എടുത്ത് പൂർത്തിയാക്കേണ്ട നടപടി കേവലം 3 മാസം കൊണ്ട് BLOമാരിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ നിന്ന് CPI നൽകിയ ഹർജിയിൽ BLOയുടെ ആത്മഹത്യ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ നേരിടുന്ന സമ്മർദ്ദങ്ങൾക്ക് അല്ലെങ്കിൽ അതിൽ കൃത്യമായ നിലപാടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭാഗത്തുനിന്നുണ്ടാകണം. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് BLOമാർ വ്യക്തമാക്കുന്നത്. നിരവധി BLOമാർ ഇതിനോടൊപ്പം തന്നെ അവർ ഈ BLO സ്ഥാനം രാജിവെച്ച് പോയിട്ടുണ്ട്. അതേസമയം നിരവധി പേർക്കെതിരെ നടപടിയുമായി ഉത്തർപ്രദേശ് സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ BLOമാരുടെ ജോലി ഭാരം കൂടുതലാണ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ സംസ്ഥാനത്തും വലിയ തരത്തിൽ BLOമാർ അതിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ BLOമാർക്ക് മുകളിൽ കൊടുക്കുന്ന സമ്മർദ്ദം. പല സ്ഥലത്തും BLOമാർക്ക് ജോലി ഭാരം കൂടുതലാണെന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ BLOമാരുടെ ലിസ്റ്റിൽ ഒരു വീട്ടിൽ തന്നെ പലരുടെയും പേരുകൾ ഉൾപ്പെടുന്നുണ്ട്, ചിലരുടെ ഉൾപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുകൾ, ചിലർ ആ സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറിപ്പോകുന്നു. ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇടയാക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഡിക്കോഡ് മറ്റൊരു അന്തർദേശീയ വിഷയവുമായി ഇടവേള കഴിഞ്ഞ് വേഗം മടങ്ങിയെത്തും.